അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കം അതാഇയ്യ അടുത്ത ഹിക്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഹിക്മത്ത് അൽ അഅമാലു സുവറുൻ ഖായിമ വഅർവാഹുഹാ വുജൂദു സിറിൽ ഇഖ്ലാസി ഫീഹാ. മനസ്സിലാക്കാൻ സുഖമാണ്, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പ്രയാസകരവുമാണ്. എന്നാലോ ഏത് വൃത്തിയിലാണെങ്കിലും ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മൾക്ക് ഇതില്ലാതെയാണെങ്കിൽ അത് വലൗകാന ദുന്യവിയൻ ഔ ഉഖ്റവിയ്യ രണ്ടാണെങ്കിലും അത് പരാജയം മാത്രം സമ്മാനിക്കുന്ന കാര്യമാണ്. അൽ അഅമാലു സുവറുൻ ഖായിമ, പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചില രൂപങ്ങൾ മാത്രമാണ്, ചിത്രം. അർവാഹുഹ, അതിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ വുജൂദു സിറിൽ ഇഖ്ലാസി ഫിഹാ, അതിൽ ഇഖ്ലാസ് എന്ന സിറ്, ഖൽബ്, ഹൃദയം, അതുണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രവർത്തനത്തിൻ്റെ റൂഹ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ഉൾച്ചേർന്നതാണ്. ഒന്ന് ആ പ്രവർത്തനത്തിൻ്റെ ളാഹിർ, നമ്മൾ ഈ കാണുന്ന ഭാഗം, നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദ്, റുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണുന്ന രൂപമുണ്ടല്ലോ, അത് ഏത് പ്രവർത്തനങ്ങളും അങ്ങനെ ആയിരിക്കും. നോമ്പാണെങ്കിൽ അത്താഴത്തിന് കഴിക്കുക, നിയ്യത്ത് വെക്കുക, പിന്നെ അപ്പോൾ നോമ്പ് തുറക്കുക, അതിൻ്റെ ഇടയിൽ ഭക്ഷിക്കാതിരിക്കുക. എന്ത് പ്രവർത്തനങ്ങളിലും ഇനിയിപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അധ്യാപനാണെങ്കിൽ അങ്ങനെ ആളിങ്ങനെ വന്നിട്ട് കിതാബൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരിക. പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഇൻറ്റേൺഷിപ്പിന് പോവുകയാണെങ്കിൽ, ഇൻറ്റേൺഷിപ്പിലെ ജോലികൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എല്ലാം അതിൽ രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഭാഗം, ഉള്ളിലുള്ളതുണ്ടാവും. എന്താണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, നിയ്യത്ത്, അതാണ് അതിൻ്റെ റൂഹ്. മറ്റേത് സൂറത്തുമാണ്. ഇത് രണ്ടും കൂടി പൂർത്തിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തനം അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമാകുന്നത്. ഏത് പ്രവർത്തനമാണെങ്കിലും, ദുന്യവിയാണെങ്കിലും ഉഖ്റവിയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ദുന്യവിയായിട്ട് പരിഗണിക്കുന്ന സാധനമാണെങ്കിലും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമാകണമല്ലോ. അതാണല്ലോ ഒരാളുടെ, മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതം അങ്ങനെയാണ് ആവേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ശരിയാവണം. സൂറത്ത് റെഡിയാവണം, സൂറത്ത് ശരിയാവണം. കാരണം അതിൽ ശർഈയായിട്ടുള്ള നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പ്ലസ് അതിപ്രധാനമായി അതിൻ്റെ നിയ്യത്ത് ശരിയാവണം. എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ കുറേ ഓടി നടന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ലക്ഷ്യം വേറെ എന്തായിരുന്നു, ഒരു കാര്യമില്ല പ്രവർത്തനം കൊണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഹിക്കമിൽ പറഞ്ഞത് അൽ അഅമാലു സുവറുൻ ഖായിമ. അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ചിത്രം മാത്രമാണ്. അതിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ ഏതാണ്, വുജൂദു സിറിൽ ഇഖ്ലാസി ഫിഹാ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിനെ മാത്രമാക്കുക, അള്ളാഹു എന്നുള്ള നിയ്യത്ത് മാത്രം ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു മുഅ്മിൻ്റെ പ്രവർത്തനം കൊണ്ട് വരേണ്ടത്. പ്രവർത്തനം കുറേ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഖസ്ദില്ലാതെ, ലക്ഷ്യമില്ലാതെ, അല്ലെങ്കിൽ ഈ ഇഖ്ലാസ് എന്നുള്ള സാധനം ഇല്ലാതെ ഒരു കാര്യമില്ല. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. നമ്മൾ ധാരാളം പഠിച്ചതാണ്. ആരാണ് മുഫ്ലിസ് എന്ന് പറയുന്നുണ്ട് അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അയാൾക്ക് അമലിൻ്റെ കുറവുണ്ടായിരുന്നു? ഇല്ല, അമലുകളൊക്കെ കുറേയുണ്ട്. അപ്പോൾ അമലുകൾ കുറേ ഉണ്ടാവുക എന്നുള്ളതല്ല മാനദണ്ഡം. ആ അമലുകളൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ നിസ്കാരം, നമ്മളെ ഇന്നത്തെ നിസ്കാരം എന്ന് പറഞ്ഞാലും അതിങ്ങനെ വെറും സുവർ ഖായിമ മാത്രമായിരിക്കും. ആ സുവർ ഖായിമ തന്നെ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന്. കാരണം ഷർത്തും ഫർളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് കണ്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ ഓക്കെ, അദ്ദേഹത്തിൻ്റെ സുവർ റെഡിയാണ്. പക്ഷെ അത് സ്വീകാര്യമാണെങ്കിൽ എന്ത് വേണം, ആ ഇഖ്ലാസ് വേണം, അള്ളാഹുവിനോടുള്ള
അല്ലേ? ഏറ്റവും നമ്മൾ പറയാനുള്ളൊരു സാധനം നമ്മൾ നിസ്കാരമായിരിക്കും നമ്മളെടുത്തുള്ളത്. നിസ്കാരം ഖളാക്കണില്ല അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടത്, അതിൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആണ് അമലിന് നല്ല പ്രധാനം. അമലിന് പ്രാധാന്യമുണ്ട്. പക്ഷേ അമലിൻ്റെ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഹൃദയം നന്നാകണം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു ത്വയ്യിബാണ്. ധാരാളം നമ്മൾ പറഞ്ഞതാണ്. അന ശുറക്കാഇ അനി ശിർക്കി. വേറുള്ളവർ കാണാൻ വേണ്ടി ചെയ്തത് എൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് ജിഹാദിനെ കുറിച്ച്. ഒരാൾ ജിഹാദ് ചെയ്യാണ്, അയാൾക്ക് കൂലി ലഭിക്കണം, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടോ? അതേ ലക്ഷ്യമുണ്ട്. എന്നാലോ ജനങ്ങളെടുത്തൊരു പറച്ചിൽ അല്ലേ, അതുണ്ടോ? അതും ചെറുതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അയാളുടെ ജിഹാദിനെ കുറിച്ച് നമ്മൾ ധാരാളം പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കും, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ. നമ്മൾ അതിൻ്റെ ഉണ്ടല്ലോ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് വീണ്ടും വിചാരണ നടത്തണം. കുറച്ചെങ്കിലും ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ലക്ഷ്യം കാണാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടാൻ ആ ഒരു നിയ്യത്തുണ്ടോ, അത് സ്വീകാര്യമല്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. എല്ലാവരോടും നമ്മുടെ സ്വന്തം ശരീരത്തോടും ഒക്കെ നമ്മൾ സ്വന്തത്തോട് പറയുകയും ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ ഉണർത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരാളെക്കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞു ലാ ഷൈ അലഹു, ഒന്നുമില്ല, ഒരു കൂലിയും കിട്ടൂല. 3 വട്ടം ആവർത്തിച്ചു ലാ ഷൈ അലഹു. 3 വട്ടം അദ്ദേഹം ആവർത്തിച്ചപ്പോൾ റസൂൽ തന്നെ മറുപടി പറഞ്ഞു ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗിയ ബിഹി വജ്ഹു. അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം തേടപ്പെട്ട ഖാലിസായ പ്രവർത്തനങ്ങൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക, അതല്ലാതെ സ്വീകരിക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ മുഅ്മിനിൻ്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു മാത്രമാണ് വരേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഖസ്ദ് ഇതിൻ്റെ നേരെ അപ്പുറത്തുണ്ട്. ഖസ്ദുണ്ട്, പ്രവർത്തനമില്ല. അള്ളാഹുവിനെ ഓർക്കണുണ്ട്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കണില്ല എന്നൊക്കെ പറയില്ലേ. അള്ളാഹുവിനെ എങ്ങനെ ഓർത്താൽ മതി, അതുകൊണ്ട് പ്രവർത്തനമൊന്നും വേണ്ട, അങ്ങനല്ല, അതും സ്വീകാര്യമല്ല. കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രേമത്തിലാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലാണ്, ഇഷ്കിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കും. നിസ്കാരം ഉണ്ടാവുമോ? നിസ്കാരമൊന്നും ഉണ്ടാവില്ല, അത് സ്വീകാര്യമല്ല. മിക്ക സമയങ്ങളിലും ഖസ്ദിന് നിയ്യത്തിന് കൂലി ലഭിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. മിക്ക സമയങ്ങളിലും ഈ നിയ്യത്തിനോടൊപ്പം എന്തും കൂടി വരണം, പ്രവർത്തനങ്ങൾ കൂടി വരണം. നിസ്കാരം, നോമ്പ്, മറ്റ് തുടങ്ങിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ. അൽ അമാലുൽ മുഅയ്യന ലിസ്സലാത്ത് മിന ശുറൂത്തി വൽ ഫറായിദ്, ഇങ്ങനെ ഓരോ ഷർത്തുകൾ ഫർളുകളുള്ള നിസ്കാരം അല്ലെങ്കിൽ നോമ്പ് എങ്ങനെ ആവണമെന്ന് ശരിയാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാവണം നമ്മുടെ നോമ്പുകൾ. സക്കാത്ത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് ശരിയാത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാകണം. അങ്ങനെ തുടങ്ങി ഓരോന്നിനും അമല് മാത്രം പോരാ, ഖസ്ദും വേണം. ഖസ്ദ് മാത്രം പോരാ, അമലും വേണം. രണ്ടും കൂടി ഉൾച്ചേർന്നതായിരിക്കും. ജസദും റൂഹും, ജസദും ശരിയാകണം, റൂഹും ശരിയാകണം. ജസദ് ശരിയാവലെങ്ങനെ? ശരിയാത്തിനോട് യോജിക്കുമ്പോഴാണ്. ശരിയാത്തിനനുസൃതമായിട്ട് ഹറാമൊന്നൊന്നുമില്ലാതെ അതിൻ്റെ ഷർത്തുകളും ഫറദുകളൊക്കെ യോജിച്ച് അങ്ങനെ വരുമ്പോഴാണ് ജസദ് ശരിയാവുക. റൂഹ് ശരിയാവലെങ്ങനെയാണ്? റൂഹ് ശരിയാവണമെങ്കിൽ അതിൻ്റെ ആ നീയത്ത്, അള്ളാഹു എന്താണോ ആ നീയത്ത് വെച്ചത്, ആ ഈ മനുഷ്യൻ ഈ അമൽ കൊണ്ട് എന്ത് നീയത്താണോ വെക്കുന്നത് ആ നീയത്ത് ശരിയാകണം, നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ഈ പറഞ്ഞ പോലെ നിസ്കാരം, നോമ്പ് തുടങ്ങി ഇങ്ങനെ നിർണിതമായിട്ടുള്ള ഇബാദത്തുകളിലേക്ക് മാത്രമല്ല. മുഅ്മിനിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഏത് കാര്യവും ഇബാദത്താണ്. ജോലി, എന്ത് ജോലിയാണെങ്കിലും, ഫീൽഡ് വർക്കാണെങ്കിലും അല്ല, കമ്പ്യൂട്ടർ ജോലിയാണെങ്കിലും ഓഫീസ് വർക്കാണെങ്കിലും എന്തും മുഅ്മിനിൻ്റെ ഇബാദത്താണ്. ആ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം. അതിൽ 24 മണിക്കൂറിൽ ഈ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ നിസ്കാരത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സാധനം മാത്രം ഇബാദത്ത് നമ്മൾ വെക്കേണ്ടത് അങ്ങനെയല്ല. ജീവിതം നമ്മുടെ സാമൂഹികമായ ഇടപഴക്കങ്ങൾ, കുടുംബത്തെ നോക്കുന്നത്,
ഉമ്മയോട് സംസാരിക്കുന്നത്, ഉപ്പയോട് സംസാരിക്കുന്നത്, ഉസ്താദുമാരോടുള്ള പെരുമാറ്റങ്ങൾ, മറ്റു സാമൂഹിക ചുറ്റുപാടുകൾ, അവിടെയുള്ള നമ്മുടെ ഇടപെടലുകൾ എല്ലാം ഇബാദത്താണ്. രാഷ്ട്രീയമാണെങ്കിൽ അത്, സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങളാണെങ്കിൽ അത്, എല്ലാം ഇബാദത്തായി മാറണം. അത് ഇബാദത്താണ്. അപ്പോൾ അവിടെയൊക്കെ ആ പ്രവർത്തനങ്ങൾ ശരീഅത്തിനോട് യോജിപ്പിക്കുക, ഒപ്പം ഉള്ളിലുള്ള ഇഖ്ലാസ് എന്നുള്ളത് കൃത്യമാക്കുക എന്നതാണ്. മുഅ്മിന് ഇതൊക്കെ ജോലിയാക്കാനുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ഇബാദത്താക്കാനുള്ള വഴി അതാണ്. മഹാനായ ബൂത്തി ഇതിന് മുമ്പ് ഒരു ഹിക്മത്ത് കൊണ്ടുവരുന്നുണ്ട്. തനവ്വഅത് അജ്നാസുൽ അമാൽ ലിതനവ്വുഇ വാരിദാത്തിൽ അഹ്വാൽ. ഓരോ സമയങ്ങൾക്കനുസരിച്ച് നമ്മളിതിലേക്ക് സൂചിപ്പിച്ചതാണ്. ഓരോ ഹാലുകളുടെ അനുസരിച്ച് പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളുണ്ടാകും. ഓരോരുത്തർക്കും ഓരോ പണി, ഓരോ ഡ്യൂട്ടി ആയിരിക്കും ചെയ്യാനുണ്ടാവുക. ആ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളതാണ്, അത് കൃത്യമായി ഇഖ്ലാസോടെ നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടത്. ഒരാൾക്ക് ഡ്യൂട്ടി ഇവിടെ ഇന്നാലിന്ന വർക്ക് ചെയ്യണം, ക്ലാസ്സൊക്കെ ഓൺലൈനിൽ കേട്ടാൽ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉള്ള ഡ്യൂട്ടി. അതേസമയം നേരെ ഓപ്പോസിറ്റ് ഒരാൾക്കുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഹാജരാകണം എന്നാണെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഒരാളുടെ ഡ്യൂട്ടി നമ്മൾ പലതവണ മുമ്പ് പറഞ്ഞതാണ്, എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുക, അത് നിർവഹിക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടും പള്ളിക്കൽ ഇബാദത്തെടുക്കാൻ ഫുള്ള് ഈത്തിക്കാഫിരിക്കാൻ പോകരുത്. അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, അള്ളാഹു അദ്ദേഹത്തിന് ഏൽപ്പിച്ച അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൂലുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാമാലു സുവറും ഖായിമ, അമലുകൾ രണ്ടെണ്ണമാണ്. ഈ അമലും നന്നാക്കണം, അതിൻ്റെ ഉള്ളിലുള്ള നിയ്യത്തും നന്നാക്കുക. സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താക്കരുത്? അത് വെറും കാഴ്ചക്ക് മാത്രം ആക്കരുത്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റൂഹ് വേണം, സുവറും വേണം. നമ്മൾ കുറേ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ ലഭിക്കും. ഇങ്ങനെയൊന്നുമില്ലാത്ത, ചിലപ്പോൾ സുവറുകളും മാത്രമുള്ളത് ധാരാളം. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. ഉദാഹരണത്തിന് എന്തെങ്കിലും ചർച്ച, നാളെ അല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ വേദനകൾ ആലോചിച്ച് കൊണ്ട് നമ്മൾ രാത്രി മുഴുവൻ ചർച്ച ചെയ്യും. രാത്രി മുഴുവൻ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ 2 മണി 3 മണിക്ക് കിടന്നുറക്കാണ്ട് അന്നത്തെ സുബിഹി എന്താക്കും? അള്ളാഹ്ക്കും. അല്ലെങ്കിൽ സുബിഹി നിസ്കരിക്കൂല. ഇതല്ല, ഇത് റൂഹില്ലാത്ത പ്രവർത്തനമാണ്. എന്തും വേറെന്തെങ്കിലും ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക, അല്ലെങ്കിൽ വേറെന്തിനെങ്കിലും വേണ്ടി സമയം ചിലവഴിക്കുക, എന്നാലോ നിസ്കാരം നമ്മളത് സൈഡാക്കുക. അപ്പോൾ ഞാൻ സാമൂഹിക പ്രവർത്തനമല്ലേ ചെയ്യണത്, അതിൻ്റെ ഇടയിൽ നിസ്കാരം കളായതല്ലേ, ഓക്കെ. പക്ഷേ ആ സാമൂഹിക പ്രവർത്തനത്തിന് റൂഹില്ല എന്നുള്ളതിന് തെളിവാണ് അവൻ്റെ ഫറലായ വാജിബായ ഒരു കാര്യം അവൻ ഉപേക്ഷിക്കുന്നു എന്നുള്ളത്. ഏത് പ്രവർത്തനങ്ങളിലും ജോലിൻ്റെ അടിയിൽ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ടാകാം. ജോലിക്ക് വേണ്ടി, ജോലി എന്നുള്ളത് തക്കസുബ് എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്. അതിനുവേണ്ടി നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം പറഞ്ഞതാണ്, സുവറും റൂഹും ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് അതിനുള്ള കാരണം. പഠനത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഏതെങ്കിലും രാഷ്ട്രങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോവുക, പിന്നെ അവിടുത്തെ സംസ്കാരങ്ങളായിട്ട് ഇടപഴകുക, അങ്ങനെയാണെങ്കിൽ എന്തല്ല ഇല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളെടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും പ്രവർത്തനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു. ഞാൻ തുടങ്ങി ഓരോ കാര്യങ്ങളിലും ഈ ഒരു ഹിക്മത്ത് നമ്മൾക്ക് അപ്ലിക്കബിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരാൾ അല്ലേ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുക്കുകയാണ്. സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം എടുക്കുമ്പോൾ അവന് ആ പണിൻ്റെ അടിയിൽ എന്താവുക, ഇൻസിഹാബ് അല്ലേ, പോയിട്ട് നിസ്കാരത്തിൽ അല്ലെങ്കിൽ ആ പണി ഇല്ലാതിരിക്കാൻ, പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിസ്കാരം കൂട്ടുക, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം കൂടുതൽ, അല്ലെങ്കിൽ ഖുർആനോത്ത് കൂടുതൽ. എന്തിനാണ്? അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇതിന് ഈ പ്രവർത്തനത്തിൻ്റെ റൂഹിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? റൂഹില്ല എന്ന് പറയും. കാരണം ഇവൻ്റെ നിയ്യത്ത് എന്താണ്? അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. അപ്പോൾ പുറം മോടി
റൂഹാണ് ഇബാദത്താണോ അല്ലേ എന്നുള്ളത് മാത്രമല്ല നമുക്കൊരു മഖ്ബൂലായ ഇബാദത്തിനെ കുറിച്ച് നോക്കുമ്പോൾ കിട്ടേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള റൂഹ് അല്ലെങ്കിൽ നിയ്യത്ത് എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് ഒരു ഇബാദത്ത് അല്ലെങ്കിൽ അമലുകൾ മഖ്ബൂലാവുന്നതും തള്ളപ്പെടുന്നതൊക്കെ. ചുരുക്കത്തിൽ അൻതൽ ഹാക്കിം അലാ ഖസ്ദിക് ഫവത്തിഷ അൻ നിയ്യതിക് ഖബ്ല അൻ തബഹസ അൻ ശക്ലി അമലിക്. അമലിൻ്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ നിൻ്റെ പ്രധാനപ്പെട്ട ഇതായിട്ട് നീ നിയ്യത്ത് അല്ലേ. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ധാരാളം മാതൃകകൾ കാണാൻ സാധിക്കും. ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന മറ്റും ഇഖ്ലാസോടെ മാത്രം ഓരോ പ്രവർത്തനങ്ങളും കൊണ്ടുപോയ ധാരാളം സൂഫിയരുകളുടെ ജീവിതങ്ങൾ വായിക്കാനും ശ്രമിക്കുക. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.